नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में ज्ञान रंजन के बारे में पढ़ा। उसकी कहानी है पिता। यह पिता के बारे में कहा तो അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് ഇവിടെ ആരും പറയുന്നത്, അതായത് പഴയ കാല പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവനവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജീവിത രീതി, അതിൽ നിന്ന് മാറാൻ സമ്മതിക്കാത്ത ഒരു അച്ഛനെയാണ് നമ്മൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും നമ്മൾ പറയുന്നത് കാറ്റിനെക്കുറിച്ച്, അതായത് നല്ല ചൂടുകാലാണ്, അതുകൊണ്ട് തന്നെ കാറ്റിന് വേണ്ടിയിട്ട് ഫാനുണ്ട്, പക്ഷേ ഫാനിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാനായിട്ട് സമ്മതിക്കാത്ത അച്ഛൻ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഗർമിയോം കി ഏക് രാത് മേ ദേർ സേ वह घर आता है. एक बेटा, ഒരു മകനെ കുറിച്ചാണ് പറയുന്നത്. वह अपने कमरे में प्रवेश करता है, कोई हलचल के बिना बिस्तर पहचानता है. रात बहुत देर हो गई थी. इसी बीच उसकी पत्नी बड़बड़ाती है, फिर बड़बड़ाती है आगे, फिर वह सोने लगती है. सर्दी में इस समय तक एक बार सोया हुआ होता. कठिन गर्मियों का दिन है. पसीने से सब लोग तर गए हैं. पंखा की हवा तक गर्म है. दूसरे कमरों से कोई शब्द सुनाता नहीं. सभी मोहल्ले गली भी एकदम निश्चल है. उस समय बाहर पिता की चारपाई चरमराई. वे एक बिल्ली को डंडा पटकाकर भगाते हैं. बाहर पिताजी की आंखों से बचकर वह बेटा घर के अंदर आया. सब लोग घर के अंदर पंखों के नीचे सो रहे हैं, लेकिन पिता बिना पंखे बाहर सोने वाले हैं. अंदर सोने की अनुरोध वे മാനത്തെ नहीं. ഇപ്പോൾ അച്ഛൻ്റെ കാര്യം ഇങ്ങനെയാണ്. എല്ലാവരും അകത്തുറങ്ങുന്ന സമയത്ത് അച്ഛൻ പുറത്തുറങ്ങുന്ന ഒരവസ്ഥയിലാണ്. അതായത് ആര് പറയുന്നതും അനുസരിക്കാൻ തയ്യാറല്ലാത്തൊരച്ഛൻ. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്താലും, അതായത് ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, ഒരു ഓട്ടോ വിളിച്ച് കവലയിൽ പോയിട്ട് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് എവിടെയാണോ പൈസ കുറച്ച് കിട്ടുന്നത്, ഏത് വണ്ടിയിലാണ് കയറിയാലാണ് പൈസ കുറച്ചെടുക്കുക, അപ്പോൾ അത് ചോദിച്ചതിന് ശേഷമാണ് അയാൾ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കേണ്ട അവസ്ഥ പോലും അവിടെ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അച്ഛനെ കുറിച്ച് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ आज तक किसी ने पिता को वाश बेसिन में मुख हाथ धोते नहीं देखा. ഇന്ന് വരെ അച്ഛൻ വാഷ് ബേസിനിൽ മുഖവും കൈയൊന്നും കഴുകുന്നത് വരെയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആരും കണ്ടിട്ടില്ല. ബാഹർ ജാക്കർ ബഗിയ വാലെ നൾ പർ ഹി കുല്ലാദാന്തുൻ കർത്തേ ഹെ. ഇപ്പോൾ പുറത്ത് ഗർക്കെ ബാഹർ, വീടിന് പുറത്ത് ബഗിയവാലെ എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ. അപ്പോൾ ഗാർഡനിലൊരു ഒരു ടാപ്പ് ഉണ്ട്.
അവിടെ നിന്നിട്ടാണ് വഹംസെ കുല്ലാദാദുൻ കർത്തേഹി. അപ്പോൾ അവിടെ നിന്നിട്ടാണ് പല്ല് തേക്കിലും നമ്മൾ വായിൽ വെള്ളം കൊടുത്ത് തുപ്പ് അതൊക്കെ ചെയ്തിരുന്നത്. തോട്ടത്തിൽ പോയിരുന്നിട്ട് തോട്ടത്തിലൊരു ടാപ്പുണ്ട്, അവിടെ നിന്നാണ്. അല്ലാതെ വീടിനകത്തുള്ള വാഷ് ബേസിൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. दादाबाई ने अपनी पहली तनख्वाह से गुसल खाने में बड़े उत्साह के साथ एक खूबसूरत ഷവർ ലഗ്വായ. ദാദാബായി അപ്പം മൂത്ത ചേട്ടൻ അപ്പനി പഹലി തൻഖാഹ് എന്ന് പറഞ്ഞാൽ സാലറി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഗുസൽഖാനേമേ, ഗുസൽഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇവിടെ ഉത്സാഹക്കെ സാത്ത് വളരെ ഉത്സാഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി एक खूबसूरत ഷവർ, ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഷവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. വാഷ് ബേസിനകത്തുണ്ട്, പക്ഷേ അദ്ദേഹം പുറത്ത് ഗാർഡനിൽ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ബാത്റൂമിലാണെങ്കിൽ നല്ലൊരു ഷവറൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ അത് അച്ഛൻ ഉപയോഗിക്കുന്നില്ല. ലേക്കിൻ പിതാക്കോ അർസേ സേ ഹം സബ് ആംഖൻ മേ धोती को लंगोट की तरह बांधकर तेल चुपड़े बदन पर बाल्टी बाल्टी पानी डालते देखते आ रहे हैं. ഇപ്പോൾ ബാത്റൂമിൽ ഷവർ വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷേ അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അർസേ സേ ഹം സബ് ആംഗൻമേ, അർസേ എന്നാണ് ബഹുമാനത്തോട് വിട്ട്. അപ്പോൾ അച്ഛനെ വളരെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വളരെ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. हम सब आंगन में धोती की लंगोट की तरह बांध कर, അച്ഛൻ എന്താ ചെയ്യുക? മുറ്റത്ത് ഈ ധോത്തി മുണ്ട് ലംഗോട്ട് की तरह കാലിൻ്റെ ഇടയിൽ കൂടെ ചുറ്റിയിട്ട് തേൽ ചുപ്പടെ ബദൻ പർ, തേൽ എന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച ചുപ്പടെ തന്നെ എണ്ണമയമുള്ള, തേൽ ചുപ്പടെ തന്നെ എണ്ണമയമുള്ള എണ്ണയൊക്കെ മേത് തേച്ച് പിടിപ്പിച്ചിട്ട് ഉള്ള ബദൻ പർ, ശരീരത്തിലെ, ബദൻ എന്ന ശരീരത്തിലെ ബാൾട്ടി ബാൾട്ടി പാനി ഡാൽത്തെ ദേഖ്തെ ആ രഹേ ഹേ. ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റാണ്. അപ്പോൾ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നതാണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് പുറത്ത് പോയി നിന്നിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ശരീരത്തിന് മുഴുവൻ എണ്ണ തേച്ച് ബക്കറ്റ് കൊണ്ട് വെള്ളം മുക്കി ഒഴിക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പുറത്ത് കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിൽ ഷവറും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. खुले में स्नान करेंगे, जनेऊ से छाती और पेट का मैल काटेंगे. ഗുലേ സേ സ്നാൻ കരേങ്കെ, അതായത് ഓപ്പണായിട്ട് നിന്ന് കുളിക്കുക. പണ്ടത്തെ കാലത്തെ ആളുകളാണ്. അപ്പോൾ അവർ ചിലപ്പോൾ കിണറിൻ്റെ കരയിൽ തന്നെ വെള്ളം കോരിയിട്ട് അങ്ങനെ കുളിക്കുന്നുണ്ടാവും. അത് ബാത്റൂമൊന്നും അവർ ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ അച്ഛനും കുളിക്കുന്നത്. ഗുലേമേ, അതായത് ഓപ്പണായിട്ട് ഓപ്പൺ സ്പേസിൽ നിന്നിട്ടാണ് അവിടെ സ്നാൻ കരേങ്കെ കുളിക്കുന്നത്. ജനേവൂ സേ ഛാത്തി ഓർ പീട്ട് കാ മൈൽ കാട്ടേങ്കെ, ജനേവു എന്ന് പറഞ്ഞാൽ പൂണുനൂലിനാണ് പറയുക ജനേവൂന്ന്. അപ്പോൾ അതുകൊണ്ട് ഛാത്തി ഓർ പീട്ട് കാ മൈൽ, അത് നെഞ്ചത്തും പുറത്തുള്ള ചെളിയൊക്കെ അതുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുന്ന പറയുന്നത്. മൈൽ എന്ന് പറഞ്ഞാൽ ചെളി. शुरू में दादाबाई ने सोचा पिता उसके द्वारा शवर लगवाने से बहुत खुश होंगे और उन्हें नई चीज़ का उत्साह होगा. അപ്പോൾ ശുരുമേ ദാദാബായിനെ ചോദിച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് സാലറി കിട്ടി, ശമ്പളം കിട്ടി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ ഷവർ വെച്ചപ്പോൾ നമ്മുടെ മൂത്ത ചേട്ടൻ, എൽഡർ ബ്രദർ ചിന്തിക്കുകയാണ്, പിതാ ഉസ്കെ ദ്വാര ഷവർ ലഗ്വാനെ സേ ബഹുത്ത് ഖുഷ് ഹോങ്കെ, അച്ഛൻ ഞാൻ ബാത്റൂമിൽ ഷവർ വെച്ച് പിടിപ്പിച്ച് കൊടുത്തുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ചിന്തിക്കുകയാണ്. അവർ ഉന്നെ നൈ ചീസ് ക ഉത്സാഹോക, ഇനി അങ്ങനെ വരുമ്പോൾ പുതിയൊരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഉത്സാഹം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഓരോരോ സൗകര്യം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ മക്കൾ ചിന്തിക്കുന്ന കാര്യമാണ്. അച്ഛന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അച്ഛന് സന്തോഷമാവുമെന്നാണ് ചിന്തിക്കുന്നത്. പിതാനെ ജബ് കോയി ഉത്സാഹ് ന പ്രകട് കിയ തോ ദാദാബായി മൻ ഹി മൻ കാഫി നിരാശ് ഹോ ഗയി. പക്ഷെ ഷവർ വെച്ച് കൊടുത്തിട്ടും അച്ഛനിൽ പ്രത്യേകിച്ചൊരു ഉത്സാഹമൊന്നും പ്രകടമായില്ല, കാണാനായിട്ട് സാധിച്ചില്ല. തോ ദാദാബായി, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൂത്ത സഹോദരന് മൻ ഹി മൻ കാഫി നിരാശ് ഹോ ഗയ, മനസ്സിൽ വളരെ നിരാശ തോന്നി. एक दो बार उन्होंने हिम्मत करके कहा भी आप अंदर आराम से क्यों नहीं नहाते. एक दो बार, ഒന്ന് രണ്ട് പ്രാവശ്യം ഉന്നോനെ ഹിമ്മത്ത് കർക്കെ കഹ, ഹിമ്മത്ത് എന്ന ധൈര്യം, ഇത്തിരി ധൈര്യത്തോടു കൂടി അച്ഛനോട് പറയുകയാണ്, അപ്പോൾ അന്തർ ആരാം സേ ക്യോ നഹി നഹാത്തെ, നിങ്ങളെന്താണ് അകത്ത് വളരെ സുഖത്തോടു കൂടി എന്തുകൊണ്ട് കുളിക്കുന്നില്ല, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്.
പിന്നെ എന്തുകൊണ്ട് അകത്ത് കുളിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. തബ് ബി പിതാജി ആസാനി സേ ഉസേ ടാൽ ദിയ. എന്നിട്ടും അച്ഛൻ വളരെ എളുപ്പത്തിൽ അവനതിൽ പറയുന്നതൊക്കെ അകറ്റിയെന്നാണ് പറയുന്നത്. ആസാനി സേ ഉസേ ടാൽ ഗയെ. അപ്പോൾ അതൊക്കെ തട്ടി മാറ്റി എന്നാണ് പറയുന്നത്. അതായത് ബാത്റൂം ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമല്ല, ഷവറായാലും ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, സ്ഥിരം ചെയ്യുന്ന പരിപാടി എന്താണോ അത് തന്നെയാണ് അച്ഛൻ അവിടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് പുറത്ത് പോയിരുന്ന് ബക്കറ്റ് കൊണ്ട് വെള്ളം മുക്കി വെച്ച് കുളിക്കുക. പല്ല് തേക്കുന്നത് തോട്ടത്തിലെ ടാപ്പിൽ നിന്നാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ ഓപ്പൺ സ്പേസാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറാനായിട്ട് അച്ഛനെ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലഡ്കോൻ ദ്വാര ബാസാർ സേ ലായെ ബിസ്കുറ്റ് മഹംഗെ ഫൽ പിതാ കുച്ച് ബി നഹി ലേത്തെ. ഈ കുട്ടികൾ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ്, മഹംഗെ ഫൽ വില കൂടിയ പഴങ്ങൾ, പിതാ കുച്ച് ബി നഹി ലേത്തെ, ഇതൊന്നും അച്ഛൻ എടുക്കാറില്ല. ഇപ്പോൾ പുറമേ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും അച്ഛൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കബി ലേത്തെ ബി ഹെ തോ ബഹുത് നാക്ക് ബൗഹ് सिकोड़ कर उसके बेस्वाद होने की बात पर शुरू में ही जोर देते हुए ഇനി കബി ലേത്തെ ബി തോ, ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് എടുക്കുകയാണെങ്കിൽ ബഹുത്ത് നാക്ക് ബഹു സിക്കോഡ് കർ, വളരെയധികം നമ്മൾ മൂക്കും പുരികൊക്കെ ചുളിക്കുക, ടേസ്റ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് നെറ്റ് ചുളിക്കില്ലേ, മൂക്കും പുരികൊക്കെ ചുളിച്ചുകൊണ്ട്, സിക്കോട്ടിനാണ് ചുളിച്ചുകൊണ്ട് ഉസ്കെ ബേസ്വാദ് ഹോനക്കി ബാത്ത് പർ, അതിന് സ്വാദില്ല, സ്വാദ് നെഹി, സ്വാദില്ല എന്ന് പറയുന്ന കാര്യം ശുരു മേഹി ജോർ ദേത്തെ ഹുയേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതിൽ വായിൽ വെക്കുമ്പോൾ തന്നെ പഴമായാലും ബിസ്ക്കറ്റ് ആയാലും അതൊരു സ്വാദും ഇല്ലെന്ന് കാണിക്കുന്ന പോലെ മൂക്കും പുരിയൊക്കെ ചുളിക്കുമായിരുന്നു എന്ന് പറയുന്നത്. अपनी अमावट, गजक और दाल रोटी के अलावा दूसरों द्वारा लाई चीज़ों की श्रेष्ठता से वह कभी प्रभावित नहीं होते. अपनी അമാവട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മാമ്പഴച്ചാറ് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ജാം എന്നൊക്കെ പറയും. വേണമെങ്കിൽ അമാവട്ട് എന്ന് പറയുന്നത് അതാണ്. മാമ്പഴച്ചാറ് ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്, ഡ്രൈ ആക്കുക, അതിനാണ് നമ്മൾ അമാവട്ട് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ജാം എന്ന് പറയാം. അതുപോലെ ഗച്ചക്ക് എന്ന് പറഞ്ഞാൽ ടച്ചപ്പ്. അതുപോലെ ദാൽ റോട്ടിക്ക് അലാവ, പരിപ്പും റൊട്ടിയും കൂടാതെ. ഇപ്പോൾ വീട്ടിലുണ്ടാവുന്ന മാവിൻ്റെ മാമ്പഴച്ചാറ്, അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലാതെ, അതുപോലെ പരിപ്പ് റൊട്ടി തുടങ്ങിയ സാധനങ്ങൾ കൂടാതെ ദൂസറം ദ്വാരാലായി ചീസോക്കി ശ്രേഷ്ഠദാസെ, മറ്റുള്ളവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും വ കബി പ്രഭാവിത് നഹി ഹോത്തെ, അതൊന്നും അച്ഛനെ സ്വാധീനിക്കാറില്ല. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാക്കുന്ന സാധനം, അച്ഛൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് അച്ഛനെ സ്വാധീനിക്കാറുള്ളൂ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആയാലും ബിസ്ക്കറ്റ് ആയാലും ബാക്കി എന്ത് തന്നെയായാലും അച്ഛനെ ഒരിക്കലും എത്ര വില കൂടിയതായാലും എത്ര മേൽത്തരം വസ്തുവായാലും അത് അച്ഛനെ സ്വാധീനിക്കാറില്ല. വഹ അപ്പന ഹാത്ത് പാവ് ജാനത്തെ ഹേ അപ്പന അർജൻ और उसी में उन्हें संतोष है. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കൈയായാലും കായലായാലും ഏത് കാര്യമായാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിയാം. അപ്പന അർജൻ, അദ്ദേഹത്തിൻ്റെ സമ്പാദിക്കുന്ന കാര്യങ്ങൾ, അവർ ഉസി में उन्हें संतोष है, ഇതിലൊക്കെ അച്ഛന് സന്തോഷമാണ്. അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അച്ഛൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലൊക്കെ അച്ഛന് തന്നെ സന്തോഷമെന്ന് പറയുന്നത്. വേ പുത്ര ജോ പിതാ കെ ലിയെ कुल्लू का सेब मंगाने और दिल्ली एम्पोरियम से बढ़िया धोतियाँ मंगाकर उन्हें पहनाने को उत्साह रखते थे, अब तेजी से पिता विरोधी होते जा रहे हैं. ഇതുപോലെ തന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നത്, ജോ പിതാക്ക് ലിയെ, അച്ഛന് വേണ്ടിയിട്ട് കുള്ളൂക്ക സേബ് മങ്കാനെ, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. നമ്മൾ മണാലി കുളൂന്ന് കിട്ടുന്ന, കുളുവിലുണ്ടാകുന്ന വളരെ വിശേഷപ്പെട്ട ആപ്പിൾ, അതായത് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉണ്ടാകുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ കുള്ളുവിൽ നിന്ന് കൊണ്ടുവരുന്ന ആപ്പിളും അതുപോലെ ദില്ലി എംപോറിയത്തിൽ നിന്ന് വാങ്ങിക്കുന്ന വില കൂടിയ മേൽത്തരം മുണ്ടുകൾ, ഇതൊക്കെ അച്ഛനെ ധരിപ്പിക്കാനുള്ള ഉത്സാഹം മക്കൾക്കുണ്ടായിരുന്നു. അബ് തേസി സേ പിതാ വിരോധി ഹോത്തേ ജാ രഹേ ഹേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ വളരെ പെട്ടെന്ന് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. सुखी बच्चे भी अब गाहे बगाहे मुँह गोलते हैं और क्रोध उगल देते हैं. അപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്ന ഈ മക്കൾ പോലും
അബ് ഗാഹെ ബഗാഹെ, ഗാഹെ ബഗാഹെ എന്ന് പറഞ്ഞാൽ സമയാസമയത്ത്, മുഹ് ഉഗൽത്തെ ഹെ और क्रोध उगल देते ही. അപ്പോൾ ആ സമയം അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനനുസരിക്കാതെ വരുമ്പോൾ ഈ വളരെ സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഈ മക്കൾ പോലും സമയാസമയങ്ങളിൽ, അതായത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലാതെയൊക്കെ മുഹുകൊൽത്തേഹി, അവർ വായ തുറക്കുകയും സംസാരിക്കുകയും ക്രോധ ഉഗൽദേത്തേഹി, അവർ കാര്യം ദേഷ്യത്തോടു കൂടി തുറന്നടിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ക്രോധ ഉഗൽദേന എന്ന് ദേഷ്യത്തോടു കൂടി തുറന്നടിച്ച് പറയുക, കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എതിർക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് മക്കളും ഇതുപോലെ തന്നെ തുറന്നടിച്ച് കാര്യങ്ങൾ അവരുടെ ദേഷ്യം അവർ പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നത്. ലദ് ലദ് ബാഹറാം കെ ദോസ്ത് ഇക്രം കെ ലഗ്ഭഗ് ഏക് സാത്ത് ഗിർനെ കി ആവാസായി. ലദ് 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 എന്ന് പറഞ്ഞാൽ ഹെവി എന്നുള്ള അർത്ഥം, ഭാരിച്ച എന്നുള്ള അർത്ഥത്തിൽ. ബാഹറാം കെ ദോസ്ത് ഇക്രം കെ, സീക്കർ തന്നെ വെള്ളത്തുള്ളികൾ, പനിക്ക് പൂന്താണ് സീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് നല്ല ശക്തമായിട്ട് ഈ ആം കെ ദോ സീക്രം കെ, ആം എന്ന് പറഞ്ഞാൽ മാവ്, അപ്പോൾ മാവിൻ്റെ മുകളിൽ നിന്ന് 2 വലിയ തുള്ളി വെള്ളം, ഏക് സാത്ത് ഗിർനയ്ക്ക് ആവാസ്, ഒരേ സമയത്ത് ഒരുമിച്ച് 2 തുള്ളി വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുകയാണ്. ഗിർനയ്ക്ക് ആവാസ് ആയി. അപ്പോൾ അച്ഛനും പുറത്തുണ്ട് ഈ സമയത്താണ് മാവിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റ് വീഴുന്ന, ശക്തിയായിട്ട് വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. വഹ് ജാൻതാ ഹേ പിതാ ആവാസേ സ്ഥാൻ സാത്തിൻ കി കോശിഷ് കരേങ്കെ, എന്താ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ശബ്ദം, വെള്ളത്തുള്ളി വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അച്ഛനറിയാം എന്താണെന്നുള്ളതറിയാം. പിതാ ആവാസേ സ്ഥാൻ സാധനയ്ക്ക് കോശിഷ് കരേങ്കെ, സാധനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാക്കുക, സ്ഥാൻ സാധനം എന്ന് പറഞ്ഞാൽ സ്ഥാനം ലക്ഷ്യമാക്കുക. അപ്പോൾ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കിയിട്ട് അച്ഛൻ പോവുകയാണ്. എനിക്ക് ഈ കോശിഷ് കരേങ്കെ, അവിടേക്ക് പോകാനായിട്ട് അച്ഛൻ ശ്രമിക്കുകയാണ്. ടട്ടോൾത്തെ ടട്ടോൾത്തെ അന്തേരെ മേ ആം ഗോച്ചേങ്കെ और एक खाली गमले में इकट्ठा करते जाएंगे. ടട്ടോൾത്തെ ടട്ടോൾത്തെ, തപ്പിയിട്ട് പോവുക, അതായത് കണ്ണൊന്നും ശരിക്കും കാണാനില്ല. ഈ വെള്ളം വീഴുന്ന രാത്രിയുടെ സമയം അവിടെ വെള്ളത്തുള്ളി വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ ആ സ്ഥാനം ലക്ഷ്യമാക്കിയിട്ട്, ആ സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തപ്പി അന്തേരമി, ഇരുട്ടിൽ ആം ഗോച്ചെങ്കി, അച്ഛൻ എന്ത് ചെയ്യും, ഈ മാങ്ങ തപ്പിയെടുക്കും എന്ന് പറയുന്നത്, അന്വേഷിച്ചെടുക്കും. അവർ ഏക്ക് ഖാലി ഗമലേമേ, എന്നിട്ട് ഒരു ഒഴിഞ്ഞ ചെടിച്ചട്ടിയിൽ, ഗമല എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ ഇക്കട്ട കർത്തേ ചായെങ്കിൽ അതെല്ലാം അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന പറയുന്നത്. ഇപ്പം മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ വീഴുന്നത് ശബ്ദം കേട്ടാൽ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഇരുട്ടായാലും തപ്പിത്തടഞ്ഞ് പോയിട്ട് ആ മാങ്ങയൊക്കെ പെറുക്കിയെടുത്ത് ഒരു കാലിയായി കിടക്കുന്ന, ഒഴിഞ്ഞെടുക്കുന്ന ചെടിച്ചട്ടിയിൽ അതെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കും. शायद ही रात में 1-2 आम उनसे चूक जाते हैं, ढूंढने पर नहीं मिलते, जिनको सुबह पा जाने के संबंध में उन्हें रात भर संदेह होता रहेगा. അവിടെ ഷായത് ഹി രാത് മേ, ഒരു പക്ഷേ രാത്രിയിൽ, 1-2 ആം, 1-2 മാങ്ങ, ഉൻസേ ചൂക്ക് ജാത്തെ ഹി, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇരുട്ടായതുകൊണ്ട് കണ്ണ് കാണാതെ ചിലപ്പോൾ കിട്ടാതെ നഷ്ടപ്പെടും. ഡൂണ്ട്നെ പർ നഹി മിൽത്തെ, എങ്ങനെ അന്വേഷിച്ചാലും കിട്ടില്ല. जिनको सुबह पा जाने के संबंध में उन्हें रात भर संदेह होता रहा. അപ്പോൾ അതിനെക്കുറിച്ച് മാങ്ങ കിട്ടാതെ വരുമ്പോൾ, ശബ്ദം കേട്ട് അന്വേഷിച്ചാലും പക്ഷേ 1-2 മാങ്ങ അവിടെ മിസ്സാവും. അങ്ങനെ അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നേരം വെളുക്കുന്നത് വരെ അതിനെക്കുറിച്ച് ചിന്തിച്ച് രാത് ഭർ സന്ദേഹ ഹോത്ത രഹേക, അതിനെക്കുറിച്ച് മാങ്ങ എവിടെ പോയിടണാവോ, കിട്ടിയില്ലല്ലോ എന്ന് സംശയിച്ച് അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അച്ഛനാണ്. അപ്പോൾ ഏത് കാര്യവും അച്ഛൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, അച്ഛൻ്റേതായിട്ടുള്ള ഒരു വാദങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്, അതിനനുസരിച്ച് അച്ഛൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീവാർ സെ കാഫി ദേർ ഏക് ഹി തര ടിക്കെ രഹ്നെ സെ ഉസ്കി പീഠ് ദുഃഖ്നെ ലഗി തീ, ദുഃഖ്ന എന്ന് പറഞ്ഞാൽ വേദനിക്കുക. അപ്പോൾ ചുമരിനോട് ചേർന്ന് ഒരുപാട് നേരം ഇങ്ങനെ ഒരേപോലെ ചുമരിനോട് ചേർന്നിരുന്നുകൊണ്ട്, ടിക്കെ രഹ്നെ ചേർന്നിരുന്നുകൊണ്ട് उसकी पीठ दुखने लगी थी, പുറം വേദനിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. नीचे रीढ़ के कमर वाले हिस्से में रक्त की छेदना बहुत हो गई. ഇപ്പോൾ ചുമരിനോട് ചേർന്നിങ്ങനെ ഇരിക്കുക കാരണം, രീഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോണാണ്, നട്ടലിന് ചേർന്ന്, അതായത് നമ്മളെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് രക്തക്ക് ചേതന ബോധ ഹോകി, രക്തോട്ടം വളരെ കൂടുതലായി. ഉസ്നെ മുദ്ര ബദലി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറിയിട്ടിരിക്കുകയാണ്. ബാഹർ പിതാനെ
फाटक गोलकर सड़क पर लड़ते चिचियाते कुत्तों को हड़काया उसे यहाँ बहुत गीच हुई. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുറം വേദനിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെ മാറി. അങ്ങനെ പുറത്ത് അച്ഛൻ ഗേറ്റ് തുറന്നുകൊണ്ട്, ഫാട്ടക് കോൽക്കർ ഗേറ്റ് തുറന്നുകൊണ്ട്, സടക് പർ ലഡ്ത്തെ ചിച്ചിയാത്തെ റോട്ടിൽ കിടന്ന് കടിപിടി കൂടുന്ന, ലഡ്ത്തെ ചിച്ചിയാത്തെ കടിപിടി കൂടുന്ന അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന, ചിച്ചിയാത്തെ തന്നെ നിലവിളിക്കുന്ന, കുത്തോം കോ ഹട്കായ പട്ടികളെ ഓടിപ്പിക്കുകയാണ്. ഉസ്നെ യഹാം ബഹുത്ത് ഗീച്ച് ഹുയി, അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ഗീച്ച് ഹുയി എന്ന് പറഞ്ഞാൽ ചുണ്ടി വരിക, ദേഷ്യം വരിക. കൈ ബാർ കഹ മുഹല്ലെ മേ ഹം ലോകം കാ സമ്മാൻ ഹേ. അപ്പോൾ അച്ഛൻ രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കണ കണ്ടപ്പോൾ, ഗേറ്റിന് പുറത്ത് പോയിട്ട് പട്ടികളെ ഓടിക്കുന്നത് കണ്ടപ്പോൾ മകന് ആകെ ദേഷ്യം വരികയാണ്. കൈ ബാർ കഹ മുഹല്ലെ മേ ഹം ലോകം കാ സമ്മാൻ ഹേ, चार भले लोग आया जाया करते हैं, आपको अंदर सोना चाहिए, ढंग के कपड़े पहनने चाहिए और चौकीदारों की तरह रात को पहरा देना बहुत ही भद्दा लगता है. भद्दा लगता है മോശമായിട്ട് തോന്നുക, ബുര ലക്ത ഹേ എന്നുള്ള അർത്ഥം. ഭദ്ദ ലക്ത എന്ന് പറഞ്ഞാൽ ബുര ലക്ത എന്നുള്ളത്. അപ്പോൾ അച്ഛനിങ്ങനെ പട്ടീനെയൊക്കെ ഓടിപ്പിക്കാനായിട്ട് ഗേറ്റിന് പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ, ഫട്ടക്ക് എന്ന് പറഞ്ഞാൽ ഗേറ്റിന് പുറത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ മകന് ദേഷ്യം വരികയാണ്. അവിടെ പറയുന്നത് കൈ ബാർ കഹ, കുറേ പ്രാവശ്യം പറഞ്ഞു, മുഹല്ലെ ഹം ലോകം കാ സമ്മാൻ ഹേ, ഈ സ്ട്രീറ്റിൽ, ഈ തെരുവിൽ ഞങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്, വളരെയധികം ആദരിക്കുന്ന ആളുകളാണ്. ചാർ ഭലേ ലോക ആയാ ജായ കർത്തേ ഹേ, നല്ല ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആപ്കോ അന്തർ സോന ചാഹിയെ, അപ്പോൾ ആളുകൾ വരികയും പോകുന്ന ഒരുപാട് റെസ്പെക്റ്റും ആദരവൊക്കെ ഉള്ള ഒരു ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് വീടാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ആളുകൾ നല്ല ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നൊരു വീടാണ്. ആപ്കോ അന്തർ സോന ചാഹിയെ, അച്ഛനകത്ത് ഉറങ്ങിക്കൂടെ ചോദിക്കുകയാണ്. ടങ്കക്കെ കപടെ പഹന്നെ ചാഹിയെ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൂടെ ചോദിക്കുകയാണ്. ചൗക്കീദാരോं की तरह रात को पहरा देना बहुत ही भद्दा लगता है. ചൗക്കീദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരെ പോലെ രാത്രി മുഴുവൻ പഹരാ ദേന, കാവൽ നിൽക്കുക എന്ന് പറയുന്നത് ബഹുത്ത് ഹി ഭദ്ദാ ലഗ്താ ഹെ, ബഹുത്ത് ഹി ബുരാ ലഗ്താ ഹെ. ഇപ്പോൾ രാത്രി മുഴുവൻ കാവൽ നിൽക്കുക എന്ന് പറയുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള പണിയാണ്. അപ്പോൾ പുറത്തു നിന്ന് ആളുകൾ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് അതിനെ പറയുന്നത്. അച്ഛൻ്റെ വേഷവും അച്ഛൻ്റെ രൂപങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അത് പുറമേ നിന്നുള്ളവർക്കത് കാണുമ്പോൾ ഞങ്ങൾക്കത് മോശമാണെന്നുള്ള രീതിയിലാണ് മകൻ പറയുന്നത്. ലേക്കിൻ പിതാക്കി അക്കഡ് മേ കബി കൊയ് ജോൽ നഹി ആത്താ, ജോൽ എന്ന് പറഞ്ഞാൽ കമ്മി, കുറവ്. അക്കഡ് എന്ന് പറഞ്ഞാൽ ശാഠ്യം. പക്ഷെ അച്ഛൻ്റെ ശാഠ്യത്തിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവാറില്ല. ഉൽട്ടാ സീതാ പത്താ നഹി കഹാ കിസ് ദർജി സെ കുർത്ത കമ്മി സിൽവ ദേത്തെ ഹെ. സിൽവ ലേന എന്ന് പറഞ്ഞാൽ തുന്നിക്കുക, ദർജി തന്നെ തുന്നൽക്കാരൻ. ഉൽട്ടാ സീത നേരെ ഓപ്പോസിറ്റായിട്ട് തലതിരിച്ച്, പത്താ നഹീം എവിടെയെന്നറിയില്ല, കിസ് ദർജീസ് ഏത് തുന്നൽക്കാരനെ കൊണ്ടാണ് കുർത്തയും കമ്മീസും തുന്നിപ്പിക്കുന്ന അറിഞ്ഞുകൂടാ, എല്ലാം തെറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നേരെ മറിച്ച് തല തിരിച്ച് ഓപ്പോസിറ്റായിട്ടാണ് എല്ലാം തുന്നിക്കുന്നത്. टेढ़ी जेब सदरी के बटन ऊपर नीचे लगा സഭാ സൊസൈറ്റി മേ ചലേ ജായെങ്കിൽ. പിന്നെ പറയണത് തയ്പ്പിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഡ്രസ്സ് അച്ഛൻ ധരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ടേഡി ജേബ്, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റാണ്, ടേഡി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ, പോക്കറ്റ് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. സദരിക്ക് ബട്ടൺ ഊപ്പർ നീച്ചിലക, അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് കമ്മീസ് അതിൻ്റെ ഊപ്പർ നീച്ചിലക, ബട്ടൺ അതായത് ഒന്ന് കയറിയിട്ടാണെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടാണ്, ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെയാണ്. അപ്പോൾ കറക്റ്റ് ഇതിലല്ല വെച്ചിരിക്കുന്നത്. സഭാ സൊസൈറ്റി മേ ചലേ ജായെങ്കിൽ. അപ്പോൾ ഈ വേഷമൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോവും? മീറ്റിങ്ങിനും സൊസൈറ്റിയിലേക്ക് എല്ലായിടത്തേയും പോകുന്നത് ഈ വേഷം ഇട്ടിട്ടാണ്. ഗർ ബർക്കോ ബുരാ ലഗ്താ ഹെ, വീട്ടിലുള്ള എല്ലാവർക്കും അത് വളരെ മോശമായിട്ട് തോന്നുന്നത്, നാണക്കേട് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല എന്നുള്ളൊരു പ്രകൃതം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പോകുന്നത് ഏകദേശം ഒരു രൂപവും ഏകദേശം ഒരു വേഷമാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം കുറേയൊക്കെ പുറത്തിങ്ങനെ ഇരുന്നിട്ടാണ്, പുറത്താണ് ഉറങ്ങുന്നതൊക്കെ പുറത്താണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുറത്താണ്, അകത്തു നിന്നിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അഭിമാനമുണ്ട്, കുറച്ചൊക്കെ റെസ്പെക്റ്റൊക്കെ ഉള്ളതാണ്, മറ്റുള്ള ആളുകൾ വരും പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തുറങ്ങണം എന്ന് പറഞ്ഞാലും കേൾക്കില്ല, നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അതുപോലെ കാവൽക്കാരെ പോലെ ചൗക്കിദാരോക്കി തരേ രാത്തുക്കോ പഹര ദേന യേ ഹമേ ബഹുത്ത് ബുരാ ലഗ്താ ഹെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം മോശമായിട്ട് തോന്നുന്നു. പക്ഷേ പിതാ അപ്പനി അക്കട്ട് മേ കബി കോയി
കമി നഹി ആത്ത, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാശിക്കൊരു കുറവും ഉണ്ടാവാറില്ല. അതുപോലെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കുർത്ത കമീസ് കിസ് ദർജി സെ സിൽവാ ദേത്തെ ഹേ, ഏത് തുന്നൽക്കാരനെ കൊണ്ടാണ് തുന്നിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആ ഡ്രസ്സിൻ്റെ രൂപ പറയുന്നത്? ടേട്ടി ജേബ് സദരയ്ക്ക് ബട്ടൺ ഊപ്പർ നീച്ചയിലേക്ക, ഒന്ന് കയറിയിട്ടും ഒന്ന് ഇറങ്ങിയിട്ടും. അത് ഈ വേഷം ഇട്ടിട്ട് എവിടേക്കൊക്കെ പോകും? സഭ സൊസൈറ്റി മേ ചലേ ജായെങ്കെ, മീറ്റിങ്ങിന് പോവും, സൊസൈറ്റിയിലേക്ക് പോകും. അപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ലെന്ത് ഈ വേഷമായിട്ടാണെന്ന് പറയുന്നത്. യേ ഗർ ഭർക്കോ ഗർ കെ സബ് ലോകം കോ ബുരാ ലഗ്താ ഹേ, ഇത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ മോശമായിട്ടാണ് തോന്നാറുള്ളത്. ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം ഇതിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.